സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വലിയ തോതിൽ വർദ്ധിച്ചു വരികയും ഒരു സാമൂഹ്യ പ്രശ്നമായി വളരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 1972 വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുകയും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് സഭയുടെ ശ്രദ്ധ ഈ അവസരത്തിൽ ക്ഷണിക്കുന്നത്. സാർ, വനനശീകരണം തടയുകയും വന്യമൃഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് 1972 വനം വന്യജീവി നിയമം പാസ്സാക്കുന്നത്. 52 വർഷങ്ങൾക്കിപ്പുറം പ്രസ്തുത നിയമത്തിൻ്റെ കാതലായ മാറ്റങ്ങൾ അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാലോചിതമായ നിയമപരിഷ്കാരം ഇല്ലാത്തതിനാൽ ജനസാന്ദ്രത കൂടിയ നമ്മുടെ സ്റ്റേറ്റ് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30% പൂർണ്ണമായും വനമാണ്. കേരളത്തിൻ്റെ വനമേഖലയുടെ പ്രത്യേകത വനമേഖല പൂർണ്ണമായും ജണ്ട കെട്ടി സംരക്ഷിക്കുന്നതും കയ്യേറ്റങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതുമാണ്. എന്നാൽ കാടിനുള്ളിലെ വന്യമൃഗങ്ങളുടെ എണ്ണം കാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരുമായി നിരന്തരമായി സംഘർഷത്തിലേർപ്പെടുന്ന ഗുരുതരമായ അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കേണ്ടതിൻ്റെയിലേക്കാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഊന്നേണ്ടത്. അതിന് 1972 വനം വന്യജീവി നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കടുവയും പുലിയും ആനയും പോത്തും പന്നിയും മയിലും കുരങ്ങും തുടങ്ങിയ പക്ഷിമൃഗാദികൾ വ്യാപകമായ നിലയിലാണ് ജനങ്ങൾക്ക് ദോഷകരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മണ്ഡലത്തിൽ നിബിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ 5 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു കൃഷി ആരംഭിച്ചു, വാഴകൃഷി. ഒരിക്കൽ പോലും ആ പ്രദേശത്ത് ആന ഇറങ്ങാത്ത ആ പ്രദേശത്ത് 5 ഏക്കർ കൃഷിഭൂമി കാട്ടാന ഇറങ്ങി, കാട്ടാന കൂട്ടം ഇറങ്ങി ഒറ്റയടിച്ച് തകർത്ത് കളയുകയാണ്. പൂർണ്ണമായും ഫെൻസിങ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശം ആകെ തകർത്ത് കളയുന്നൊരവസ്ഥയുണ്ടാവും. ഇത് നാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ സാർ, ഇതൊരു ഗുരുതരമായ വിഷയമായതുകൊണ്ട് കൂടുതൽ സമയം തരണം. മറ്റൊരു കാര്യം എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഫോറസ്റ്റ് ജീവനക്കാരനായിട്ടുള്ള ഹുസൈൻ കൽപൂർ എന്ന് പറഞ്ഞ താൽക്കാലിക ജീവനക്കാരൻ, ഞാൻ ഫോറസ്റ്റുകാരായിട്ടുള്ള ആളുകളുടെയും കൂടെ ഒരു പ്രതിസന്ധിയെ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആനയെ ഓടിക്കുന്നതിനിടയിൽ, നാട്ടിലിറങ്ങിയ കാട്ടാനയെ ഓടിക്കുന്നതിനിടയിൽ തിരിച്ചാക്രമിച്ചതിൻ്റെ ഭാഗമായി ഹുസൈൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആന ഇറങ്ങി എന്ന് കേട്ട് ആനയെ ഓടിക്കുന്നതിന് വേണ്ടി പടക്കമെറിയുന്നതിന് വേണ്ടി പോയിട്ടുള്ള ഒരു താൽക്കാലിക ജീവനക്കാരൻ, എൻ്റെ പ്രദേശത്തുകാരൻ കൂടിയായിട്ടുള്ള CK മുജീബ്, പടക്കമെറിയുന്നതിനിടയിൽ കയ്യിലിരുന്ന് പടക്കം പൊട്ടി കൈ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഗ്രേസി എന്ന് പറഞ്ഞ ഒരു ചേച്ചി 2 തവണയാണ് പുലി ആക്രമിച്ച് ഓടിച്ച് പെരുമ്പുള സ്വദേശിയായിട്ടുള്ള ഗ്രേസി പൈക്കാട്ടിൽ എന്ന് പറഞ്ഞ സ്ത്രീ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. മറ്റൊരു ബിൻസി റോയ് എന്ന് പറഞ്ഞ സ്ത്രീ ഈ പറയുന്നത് പോലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായ ഷോൾഡറിന് പരിക്ക് പറ്റി ഇപ്പോൾ ആശുപത്രി കഴിയുകയാണ്. ഇങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ ദൈനംദിനം നമ്മുടെ നാടുകൾ ഉണ്ടാവുകയാണ്, വനാതിർത്തി മേഖല ഉണ്ടാവുകയാണ്. സാർ, കുറച്ച് പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് സാർ കുറച്ച് സമയം ലഭിക്കണം. നമ്മുടെ മണ്ഡലത്തിലെ മലയോര മേഖലയിലെ, നമ്മുടെ കേരളത്തിലെ മലയോര മേഖലയിലെ ധാരാളം ആളുകൾ, ഇപ്പോൾ സ്റ്റീഫൻ MLA കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായി. എന്റെ തൊട്ടടുത്തിരിക്കുന്ന രാജ സൂചിപ്പിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു മണ്ഡലത്തിലെ പ്രതികരിക്കുന്ന MLA ആണ്. കഴിഞ്ഞ ദിവസം ആന്റണി ജോൺ ഇന്നലെ സബ്മിഷനിലൂടെ ഉന്നയിച്ചത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാർ, എന്താണ് പ്രശ്നം? 1972 വനം വന്യജീവി നിയമം കാരണം കാടിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിലധികം മൃഗങ്ങൾ കാടിനകത്തുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് സംഘർഷം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ നിയമം ഭേദഗതി ചെയ്യണം. വിദേശ രാജ്യങ്ങളിൽ സമാനമായ രീതികളുണ്ട്. ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കങ്കാരു. പക്ഷേ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിലധികം കങ്കാരുക്കൾ പെരുകുന്ന സമയത്ത് നിശ്ചിത ഇടവേളകളിൽ കള്ളിങ് നടത്തി അതിൻ്റെ എണ്ണം നിയന്ത്രിക്കുന്നതിന് നിയമനിർമ്മാണമുണ്ട്. എന്നാൽ 1972 വനം വന്യജീവി നിയമം കാതലായ മാറ്റങ്ങളില്ലാത്തത് കൊണ്ട്, ആ ഭേദഗതി വരുത്താത്തത് കൊണ്ട് വലിയ പ്രതിസന്ധിയാണ് നമ്മുടേതുപോലെയുള്ള മേഖലകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1972 ഇപ്പോൾ പ്രതിപക്ഷം ഇവിടെ കുറെ കാര്യങ്ങൾ ഉന്നയിച്ചു. രാഷ്ട്രീയ പ്രേരിതമായി കാര്യങ്ങൾ ഉന്നയിക്കുന്നതിലല്ല, ഈ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം. ആ ഭേദഗതി ചെയ്യേണ്ടത് നിയമസഭയിലല്ല, പാർലമെന്റിലാണ്. സമരം ചെയ്യുന്നതിലല്ല, പാർലമെന്റിൽ ഈ വിഷയം ഭേദഗതി ചെയ്യാൻ ആവശ്യമായ നീക്കങ്ങൾ നടത്തണം. വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ ആവശ്യമായ ഇടപെടൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നുണ്ടോ എന്നും, നമുക്ക് സംസ്ഥാനത്തിന് കൂടുതൽ അവകാശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുമാണ് മന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത്. സർ, ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA
നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം തന്നെയാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സർ, ഒരു വ്യത്യാസം കണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിന് പരിമിതികളേറെ സൃഷ്ടിക്കുന്ന കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ആവശ്യമാണ് എന്ന കാര്യത്തിനാണ് ഊന്നൽ നൽകി കാണുന്നത്. സർ, ഇത് വളരെ ഗൗരവത്തിലാണ് സർക്കാർ കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള നിയമസഭ ഒരു പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കിയത്. അതിൽ കാലോചിതമായ ഭേദഗതി കേന്ദ്ര നിയമത്തിലുണ്ടാകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ പ്രമേയത്തിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(1)(a) വകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കാവുന്ന വിധം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് ഏൽപ്പിച്ച് നൽകുന്നതിന് വകുപ്പ് ഭേദഗതി ചെയ്യുക. 2. വകുപ്പ് 11(1)(a)യിലെ നിബന്ധനകളിലെയും വിശദീകരണത്തിലെയും നടപടിക്രമങ്ങളും വന്യജീവി നിയമത്തിന് കീഴിൽ പുറപ്പെടുവിച്ച ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും ലഘൂകരിക്കണമെന്നാവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രായോഗികമായി കാലോചിതമായ ഭേദഗതി ചെയ്യണം എന്നാണ് മറ്റൊരാവശ്യം. കാട്ടുപന്നികളെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ഒരാവശ്യം. വന്യമൃഗങ്ങളുടെ എണ്ണം കരുവായി ക്രമാതീതമായി പെരുകുന്നത് തടയാൻ അവയുടെ പ്രജനനത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്ന നടപടികൾ സ്വീകരിക്കുക എന്നതാണ് മറ്റൊരാവശ്യം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ സന്ദർശിച്ച വേളയിലൊക്കെയും ആയത് സൂചിപ്പിക്കുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അനുകൂലമായ നിലപാടല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണത്തിൽ കേരളം സ്വീകരിച്ച പരിമിതമായ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സത്തയെ നിരാകരിച്ചിരിക്കുകയാണ്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ലെന്നും പേരിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. സർ, കോടതികളുടെ നിരന്തരമായ ഇടപെടലുകൾ വനംവകുപ്പിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ ഒരിക്കലും സഹായകമായ രീതിയിലല്ല. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികളോട് നിയമപരമായ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പരിഹരിക്കാനും കഴിയുകയുള്ളൂ. ഏതായാലും ഇവിടെ തിരുവമ്പാടി MLA ഒരു ക്രിയാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളം നേരിടുന്ന ഗുരുതരമായ പ്രശ്നത്തിൻ്റെ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചത് അഭിനന്ദനാർഹമാണ്. അത്തരം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് വന്യജീവി സംഘർഷം ഒഴിവാക്കുന്ന നടപടിയിലേക്ക് പോകാൻ ഇത്തരം നിർദ്ദേശങ്ങൾ സഹായകമാകും. അത് സ്വീകാര്യമായ ഒരിതാണ്. അദ്ദേഹത്തിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യും. ലിൻഡോ ജോസഫ് ചോദ്യം. വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരം ഇപ്പോൾ 72-ലെ നിയമം അനുസരിച്ച് 1 ലക്ഷം രൂപ വരെയാണ് നൽകാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ അതിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുമുണ്ട്. ഇങ്ങനെ അപകടം സംഭവിക്കുന്നവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിന് ഏതെല്ലാം നിലയിലുള്ള ഇടപെടലാണ് നമുക്ക് സർ? 2 തരത്തിലുള്ള നഷ്ടപരിഹാരമാണ് നൽകുന്നത്. ഒന്ന്, മരണപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം. അത് പ്രത്യേക സ്വഭാവമുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ 4 ലക്ഷം രൂപ DRFൽ നിന്നും 6 ലക്ഷം രൂപ വനം വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നും കൊടുത്ത് 10 ലക്ഷം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ചത് 6ഉം 10ഉം 4ഉം എന്ന ഒരു നിലയിലുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാണ്ട്. എന്നാൽ കാർഷിക വിളകൾക്കുള്ള നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിലും കൊടുക്കുന്നതിലും അതിൻ്റെ നാശവുമായി ഒരു പൊരുത്തവുമില്ലാത്ത രീതിയിലാണ് പോകുന്നത് എന്ന് പലപ്പോഴായി ഈ സഭയിൽ പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മന്ത്രിസഭയും ആ കാര്യം ഗൗരവത്തിൽ ആലോചിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സൂചന. അങ്ങനെ ആലോചിക്കുന്നതിൻ്റെ ഭാഗമായി അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലപാട് സർക്കാരിനുണ്ട്.